തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ റൂബേൽ, ആലിം, രാഹുൽ എന്നിവരാണ് മരിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഹരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, അല്പസമയം മുൻപ് ഈ വാർത്ത നമ്മൾ കൊടുക്കുമ്പോഴും ഒരാൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയായിരുന്നു. അപ്പോഴും അയാളെ ജീവനോടെ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും ആ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടോ? കാർത്തിക, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയാം. 3 പേരും മരണപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും അവസാനം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആലിമിനായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. മറ്റു 2 പേരും മരണപ്പെട്ടെങ്കിലും ആലിമിനെയെങ്കിലും ജീവനോടെ രക്ഷിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു ഉദ്യോഗസ്ഥരെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ എല്ലാ ശുഭാപ്തി വിശ്വാസങ്ങളും നിലച്ചുകൊണ്ട് അദ്ദേഹവും ഈ ഒരു ആലിമും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്ത അതാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റാരും ഇപ്പോൾ നിലവിൽ കെട്ടിടത്തിനടിയില്ല എന്നുള്ളതാണ് നിഗമനം. ഈ ഒരു 3 പേരായിരുന്നു കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിരുന്നത്. 9 പേര് ഈ ഒരു കെട്ടിടം വീണ സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ട് വലിയ അപകടം ഒഴിവായ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ 3 പേര് അതിനകത്ത് അകപ്പെടുകയും ആരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. വലിയ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ആണ് ഈ ഒരു കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചത്. ഇന്ന് 6 മണിയോടുകൂടിയാണ് ഈ ഒരു കെട്ടിടം നിലം പൊത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം അറിയിച്ചുള്ളത്. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു പാർപ്പിടം കൂടിയായിരുന്നു. ഇത് പഴയ ഒരു തറവാട് കെട്ടിടമായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ പുതിയ വീട് വെച്ച് മാറിയ സമയത്ത് ഇത് ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാനായി നൽകി എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. പക്ഷേ അത് വളരെ അപകടകരമായ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചു വന്നിരുന്നത്. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത്രത്തോളം ഉണ്ടായിരുന്നു. ഏകദേശം 100-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു കെട്ടിടത്തിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. 15ഓളം ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ താമസിച്ച് വരികയായിരുന്നു. ഇതിൽ 3 പേരാണ് ഇപ്പോൾ ഈ കെട്ടിടം തകർന്ന ഇതിനടിയിൽ പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച പരിശോധന നടത്തി അതിനു വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത്. മാത്രമല്ല ഇവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും ഈ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഇങ്ങനെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന സ്ഥലങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായുണ്ട്. ഇതെല്ലാം ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തേണ്ടി വരും. എത്രത്തോളം ആശങ്കയുണ്ട് അല്ലെങ്കിൽ അപകട സാഹചര്യങ്ങളിലാണോ ഇവരെല്ലാം താമസിച്ചു വരുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ ഈ ഒരു മഴയത്ത് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കളക്ടറുടെ ഭാഗത്തു നിന്നും ഉറപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഈ റൂബലിനെ കണ്ടെത്തിയപ്പോൾ പോലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മറ്റ് 2 പേര് ജീവനോടെ രക്ഷിക്കാനാകുമെന്നുള്ളത്. പക്ഷേ റൂബേലിനെ കണ്ടെത്തിയപ്പോൾ റൂബേൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം. പിന്നീട് രാഹുലിനെ കണ്ടെത്തി. രാഹുലിന് ആദ്യം ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ രാഹുൽ മരണപ്പെട്ടു. ഇപ്പോൾ 3ാമതായി ആലിമും മരണപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് കാർത്തിക ഈ കൊടകരയിൽ നിന്നും പുറത്തു വരുന്നത്. ശരി, തൃശൂർ കൊടകരയിലാണ് പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചിരിക്കുന്നത്. ബംഗാൾ സ്വദേശികളായ റൂബേൽ, ആലിം, രാഹുൽ എന്നിവരാണ് മരിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.